ഓ, എല്ലാ പ്രാവശ്യം പോലെയും ഈ പ്രാവശ്യവും ഗുരുജി തന്നത് മീരാബായിയുടെ ഭജൻ തന്നെയാണ്. പക്ഷേ ഈ പ്രാവശ്യത്തെ മീരാബായിയുടെ ഭജനിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം തന്നപ്പോൾ ഞാൻ നാരായണദാസിനെ ആലോചിച്ചത് എന്ത് വ്യത്യാസമുണ്ടല്ലോ അർത്ഥം. അപ്പോൾ ഈ പ്രാവശ്യം പിന്നെ എനിക്ക് തന്നെ തന്നു. അപ്പം ഞാൻ അവസാനം ചോദിച്ചപ്പോൾ പറഞ്ഞത് എന്താ, അത് ബിറ്റ് ചെയ്താൽ മതി, നാരായണദാസ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ബിക്കോസ് അത് അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിരുന്നു. അത് മീനിങ് പിന്നെ കണ്ടുപിടിച്ചപ്പോഴാണ് മനസ്സിലായതിന് മീനിങ് നേരത്തെ കഴിഞ്ഞ പ്രാവശ്യത്തെ തന്ന കവിതയുടെ ഒരു കണ്ടിന്യൂഷൻ പോലെയായിരുന്നു ഈ പ്രാവശ്യത്തെ കവിതയും. ഇൻഫാക്ട് ദ മീനിങ് ആയിരുന്നു അതിൻ്റെ കണ്ടിന്യൂഷൻ. അപ്പം അതിൻ്റെ എസെൻസിൽ എത്തുന്നതിന് മുമ്പ് മീരാബായി എന്ന് പറയുമ്പം ഒരു സാധനയുടെ ലെവലിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഹയസ്റ്റ് ലെവലിൽ നിൽക്കുന്ന ഒരു സാധകയായിരുന്നു. ഇൻഫാക്ട് ഇപ്പം നമ്മൾ എംപ്റ്റിനെസ് ഓഫ് ദ സർക്കിൾ അത് പഠിച്ചുകൊണ്ടിരിക്കുമ്പം ആ ലെവലിൽ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ എത്തിയ ഒരു സാധകയായിരുന്നു. ബിക്കോസ് മീരാബായിൻ്റെ ഒരു സ്റ്റോറിയുണ്ട്. അതായത് മീരാബായി കല്യാണം പ്രായപൂർത്തിയായപ്പം കുറേ രാജകുമാരന്മാർ മീരാബായിയെ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നു. ബിക്കോസ് അതീവ സുന്ദരിയായിരുന്നു, നല്ല ബ്യൂട്ടിഫുൾ ലേഡിയായിരുന്നു. പക്ഷെ മീരാബായി അവരെ ഒന്നും അത്ര ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ലായിരുന്നു. ഒരിക്കലും ഒരു രാജകുമാരൻ എന്താ പറയുക പ്രണയത്തിൻ്റെ ഹയസ്റ്റ് ലെവൽ എത്തിയപ്പം കുറേ പ്രാവശ്യം പറഞ്ഞു എനിക്ക് മീരാബായി അല്ലാതെ വേറെ ആരെയും വേണ്ട. അപ്പം മീരാബായി പറഞ്ഞെന്ന് വെച്ചാൽ ഞാൻ ഇഷ്ടപ്പെടുന്ന പുരുഷൻ 24 hours എൻ്റെ കൂടെ നിൽക്കും, നിനക്ക് നിൽക്കാൻ പറ്റുമോ? അപ്പം എല്ലാ പ്രാവശ്യം എല്ലാ പുരുഷന്മാരും പറയുന്ന പോലെ മീരാബായിയുടെ അടുത്തും അത് തീർച്ചയായിട്ടും നിൽക്കും, എന്താ വേണ്ട, എന്തൊക്കെയാണ്ട് വേണം, മാലയോ ആഭരണങ്ങളോ എന്ത് വേണമെങ്കിലും ഞാൻ തരാം എന്ന് പറയും. പക്ഷെ മീരാബായി പറയും ഇന്നെ നോക്കുന്ന 24 hours നോക്കുന്നത് കൃഷ്ണൻ. സത്യം പറഞ്ഞാൽ ഒരു നിരീക്ഷകൻ്റെ ലെവലിൽ നോക്കി 24 hours ഇന്നെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് മീരാബായിയുടെ മനസ്സിന് രാത്രിയായാലും പകലായാലും. അപ്പം അത് കേട്ടപ്പം ആ രാജകുമാരൻ ഞെട്ടിപ്പോയി. ബിക്കോസ് ഉറങ്ങാതിരിക്കേണ്ടി വരും. മീരാബായി ഉറങ്ങിയാലും കൃഷ്ണൻ ഉറങ്ങുന്നില്ലല്ലോ. മീരാബായി ഉറങ്ങുന്ന സമയത്ത് മീരാബായിയുടെ ബോഡി ഉറങ്ങിയാലും ആ കൃഷ്ണൻ ഉറങ്ങുന്നില്ല. അപ്പം അത് മനസ്സിലായപ്പം ആ രാജകുമാരൻ മീരാബായി എന്ന് മാറി. അപ്പം മനസ്സിലായി അദ്ദേഹം ആ ലെവലിൽ എത്തിയിട്ടില്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അപ്പം ഈ മീരാബായിൻ്റെ ഒരു ക്യാരക്ടർ ഇതിപ്പം 14th-15th centuryയിലായിരുന്നു മീരാബായി ഉണ്ടായിരുന്നത്. അതിന് നമുക്ക് ഒരു ഇത്രയും കൂടെ പുറകിലാണ് നമ്മുടെ പുരാണങ്ങൾ എന്ന് പറയേണ്ട ഇതിഹാസം, ദാറ്റ് വിച്ച് ഹാസ് ഹാപ്പൻ, ഇതിഹാസ, നോട്ട് ഹിസ്റ്ററി. നമ്മൾ ഹിസ്റ്ററി എന്നാണ് ഇതിഹാസത്തിനെ മെസ്സേജ് ചെയ്യുമ്പോൾ കൺവേർട്ട്. ഇറ്റ് ഈസ് നോട്ട് ഹിസ്റ്ററി, ഇറ്റ് ഈസ് സംതിങ് ദാറ്റ് ഹാസ് ഹാപ്പൻ. നമുക്ക് നമ്മുടെ സനാതന ധർമ്മത്തിൽ 2 മെയിൻ ടെക്സ്റ്റ് ഉണ്ട്. ഒന്ന് മഹാഭാരതവും ഒന്ന് രാമായണവും. മഹാഭാരതത്തിലെ ഏറ്റവും ഫേമസ് ആയ ഒരു സ്റ്റോറിയാണ്, നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള സ്റ്റോറിയാണ് സാവിത്രിയുടെ, സത്യവാനും സാവിത്രിയുടെ. അപ്പം ഈ സാവിത്രി എന്ന് പറയുന്ന ഒരു രാജാവിൻ്റെ മോളുമായിരുന്നു. ഷി വാസ് റെഡി ടു ചൂസ് സമ്മൺ ഹൂ ഇസ് പെർഫെക്റ്റ് ഫോർ ഹർ. ഒരു പെർഫെക്റ്റ് സാധകയായിരുന്നു. പക്ഷേ ആ സമയത്ത് ഞാൻ ഇത് ഷോർട്ടായിട്ട് പറയുകയാണ്. ആ സമയത്ത് ആ സാവിത്രിയുടെ കല്യാണം കഴിക്കാൻ പോകുന്ന സത്യവാൻ്റെ ഫ്യൂച്ചർ സാവിത്രിക്കും അറിയാമായിരുന്നു. സാവിത്രിയുടെ ആ സമയത്തുണ്ടായിരുന്ന ഗുരു ശ്രീ നാരദമുനിക്കും അദ്ദേഹത്തിൻ്റെ അച്ഛനും അറിയാമായിരുന്നു. പക്ഷേ ഈവൻ ദോ സാവിത്രി സെഡ് ഐ വിൽ മാരി ഓൺലി ഹിം. ബിക്കോസ് സാവിത്രി ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല, ഒരു നിശ്ചയം എടുത്തിട്ടുണ്ടായിരുന്നു, ഭയമില്ലായിരുന്നു. അപ്പം അറിയാമായിരുന്നു ഈ കല്യാണം കഴിഞ്ഞ് വരുമ്പം ആ ഒരു പെർട്ടിക്കുലർ ടൈം ആവുമ്പം സത്യവാൻ്റെ സമയം തീരും. ബട്ട് ഷി വാസ് പ്രിപ്പയർഡ്. സോ വെൻ ദ ഡേയ്സ് വെർ കമ്മിങ് നിയർ ഓൺ ദ ഡെത്ത് ഓഫ് ഹർ ഹസ്ബൻഡ്, അതിന് 3 ദിവസം മുമ്പേ സാവിത്രി അവരുടെ കാട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹം അവരുടെ അന്ധനായ ഫാദർ ഇൻ ലോയുടെ അടുത്തും മദർ ഇൻ ലോയുടെ അടുത്ത് പറയും, ഞാൻ 3-4 ദിവസം ഇനി അന്നം കഴിക്കത്തില്ല, ഐ എം ഗോയിങ് ടു ഡു എ സ്ട്രോങ് സാധന. അപ്പം സംസാരവും എല്ലാം കുറവായിരിക്കും. അപ്പം ഇത് നേരത്തെ പറഞ്ഞിരുന്നു. അപ്പം അന്നത്തെ സമയമല്ലേ, അപ്പം അവർക്കറിയാം എന്താണ് മരുമോള് ചെയ്യാൻ പോകുന്നത്. ബിക്കോസ് സാവിത്രി അതേപോലത്തെ ഒരു നിഷ്ഠയായ പോകുന്ന ഒരു ലേഡിയും കൂടെ ആയിരുന്നു. ആലോചിക്കണം, ആ സത്യവാൻ്റെ അച്ഛനും അമ്മയെന്ന് പറയുന്നത് ഒരു രാജാവ് തന്നെയായിരുന്നു. പക്ഷേ
എന്തോ ഒരു കാരണം കൊണ്ട് അവർക്ക് അവരുടെ രാജ്യം നഷ്ടപ്പെട്ടു. അതെല്ലാം വിട്ടിട്ട് തിരിച്ച് കാട്ടിലോട്ട് വരേണ്ടി വന്നു. അദ്ദേഹത്തിൻ്റെ സാവിത്രി, അതായത് സത്യവാൻ്റെ അച്ഛൻ കണ്ണ് കാണാത്തൊരു വ്യക്തിയായി മാറിയിരുന്നു. ഒരു ദിവസം ഉച്ചയ്ക്ക് ശേഷം കാട്ടിലോട്ട് പോവുകയാണ് സാവിത്രിയും സത്യവാനും വിറകെടുക്കാൻ വേണ്ടി. അപ്പം സത്യവാൻ കുറച്ച് നേരം കഴിയുമ്പോൾ പറയും, എനിക്ക് ഇച്ചിരി ഉറങ്ങണം, എനിക്ക് തോന്നുന്നു, ഐ എം നോട്ട് വെൽ. അപ്പം സാവിത്രി പറഞ്ഞോളൂ, ആര്യപുത്ര പ്ലീസ് ടേക്ക് എ നാപ്പ് ഓൺ മൈ ലാപ്പ്, എൻ്റെ തുടയിരുന്ന് കുറച്ച് നേരം കിടന്ന് ഉറങ്ങിക്കോളൂ എന്ന് പറയും. ആ സമയത്ത് നമ്മൾ സിനിമയിൽ കാണുന്ന പോലെ കാലൻ വന്നത് പോത്തിൻ്റെ മുകളിൽ കയ്യിലൊരു അങ്കുശമായിട്ട് സാവിത്രിയുടെ ഫ്രണ്ടിൽ വന്നു. സാവിത്രി ആ കാലനെ കണ്ടത് കാലന് മനസ്സിലായി. അപ്പം കാലൻ എന്ന് പറയാൻ പാടില്ല, നമ്മൾ ധർമ്മരാജൻ എന്ന് പറയണം. ദ വൺ ഹൂ ഈസ് ഡൂയിങ് ഹിസ് ഡ്യൂട്ടി ഡ്യൂട്ടിഫുള്ളി. ആൻഡ് Savitri was also doing her duty dutifully. That's why she was able to see the death. അപ്പം ധർമ്മരാജന് അത് കണ്ടപ്പോൾ മനസ്സിലായി, ഇത് ഓർഡിനറി ലേഡി അല്ല, സംതിങ് സ്പെഷ്യൽ ഇൻ ഹർ. അപ്പം ധർമ്മരാജൻ ആക്ച്വലി ആദ്യമേ നമസ്കരിക്കുകയാണ് ചെയ്തത് സാവിത്രിയെ, ടു ദ ഡിവൈൻ വുമൻ ഹു ഈസ് ഏബിൾ ടു സീ. അപ്പം ധർമ്മരാജൻ പറയുന്നത്, സാവിത്രി എനിക്കെൻ്റെ ഡ്യൂട്ടി ചെയ്യണം, സോ ഐ ഹാവ് ടേക്കൺ മൈ പാഷ. അപ്പം അതിനകത്ത് പറയുന്നത് ഒരു നമ്മുടെ വിരലിൽ അത്രയേ ഉള്ളൂ ജീവൻ, അത് കെട്ടിക്കൊണ്ട് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. സട്ടിൽ ബോഡി കാരണ ശരീരം അവിടെ വെച്ചിട്ട് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സാവിത്രി സത്യം പറഞ്ഞ ഒരു നല്ലൊരു സാധകയാണ്. ഷി വാസ് സൈലൻറ്റ്, ഒന്നും തിരിച്ചു പറയത്തില്ല, എല്ലാം കേൾക്കും, മിണ്ടാതിരിക്കും. അയ്യോ എൻ്റെ ഭർത്താവിനെ കൊണ്ടുപോലെന്നൊന്നും പറഞ്ഞില്ല. അപ്പോൾ ഇച്ചിരി നേരം കഴിയുമ്പം കാലൻ, അതായത് ധർമ്മരാജൻ പോകുമ്പോഴും സാവിത്രി പുറകു വരുവാണ്. അപ്പം ധർമ്മരാജൻ ചോദിച്ചു, താങ്കൾ എൻ്റെ കൂടെ വരേണ്ട ആവശ്യമില്ല, ഇത് ഓൾറെഡി നിശ്ചയിച്ച ചില കാര്യങ്ങളാണ്, സോ പ്ലീസ് ഗോ ബാക്ക് ടു ദ പ്ലേസ് വെർ യു ബിലോങ് ടു. സാവിത്രി പറഞ്ഞു, താങ്കളുടെ ഡ്യൂട്ടി ചെയ്തോളൂ, എൻ്റെ ഡ്യൂട്ടിയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം ധർമ്മരാജൻ ചോദിക്കും, താങ്കളുടെ ഡ്യൂട്ടി എന്താണ്? എൻ്റെ ഡ്യൂട്ടി, എൻ്റെ ധർമ്മം ഞാൻ ചെയ്യുകയാണ്, എനിക്ക് എൻ്റെ ഭർത്താവിനെ വിട്ടിട്ട് പോകാൻ പറ്റത്തില്ല, എനിക്ക് എൻ്റെ കുറേ നിയമങ്ങളുണ്ട്, അത് ഞാൻ ഫോളോ ചെയ്യുകയാണ്. അപ്പോൾ എന്താണ് താങ്കളുടെ നിയമം? പറഞ്ഞു, എൻ്റെ ധർമ്മം വെച്ചാൽ പാതിവൃത്യ ധർമ്മമാണ്. ഞാൻ ഓൾറെഡി വാക്ക് കൊടുത്തായിരുന്നു, നമ്മൾ ഹിന്ദി സിനിമയിലെ കാണുന്ന പോലെ സാത്ത് ഫേരെ ലിയേ ഹെ मैंने अपने पति के लिए, I have taken the vow that I will be with him. സോ അതാണ് പാതിവ്രത്യം. അപ്പം അത് കണ്ടപ്പം ധർമ്മരാജന് വളരെ സന്തോഷമായി. അപ്പം ആക്ച്വലി അവർ തമ്മിൽ ഒരു ധർമ്മത്തിനെ കുറിച്ച് ഡിസ്കഷൻ ആണ് നടക്കുന്നത്. ആലോചിക്കുക, ധർമ്മരാജനും ധർമ്മം ഫോളോ ചെയ്യുന്ന ഒരു സാധകി. അപ്പം ധർമ്മരാജൻ പറയും, ഐ എം വെരി ഹാപ്പി, താങ്കൾക്ക് എന്ത് വരമാണ് വേണ്ടത് ചോദിച്ചോളൂ എന്ന് പറയും. താങ്കളുടെ ഭർത്താവിനെ എൻ്റെ ജീവൻ വിട്ടിട്ട്. അപ്പം ആദ്യമേ പറയും, എൻ്റെ ഫാദർ ഇൻ ലോന് കണ്ണ് കാണാൻ വയ്യ, അദ്ദേഹത്തിൻ്റെ രാജ്യം വിട്ടു, സോ പ്ലീസ് ഹെൽപ്പ് സോ ദാറ്റ് ഹി ക്യാൻ, അദ്ദേഹത്തിന് എന്താണ് നഷ്ടപ്പെട്ടിരുന്നത് അത് തിരിച്ച് കിട്ടട്ടെ എന്ന് പറയും. തഥാസ്തു. അത് കഴിഞ്ഞപ്പം വിചാരിച്ച് പോകുന്നത് സാവിത്രി സ്റ്റിൽ ഫോളോസ് ഇറ്റ്. അപ്പം പിന്നെയും ധർമ്മരാജൻ കുറേ ശ്രമിക്കും, ദിസ് ഇസ് നോട്ട് ദ വേ യു ഹാവ് ടു ഡു, ശരിയല്ല, പറ്റത്തില്ല, എനിക്ക് എൻ്റെതായ നിയമങ്ങളുണ്ട്. സാവിത്രി വാസ് സ്ട്രോങ്, താങ്കളുടെ നിയമം ചെയ്തോളൂ, ഞാൻ എൻ്റെ നിയമമാണ് ചെയ്യുന്നത്, ഞാനിപ്പോൾ ഒന്നും പറഞ്ഞില്ല, എനിക്കത് തരണം, തിരിച്ചു വരണം, ഐ ആം ജസ്റ്റ് ഫോളോയിങ് യു ബിക്കോസ് ഐ നോ ഐ ക്യാൻ ഫോളോ, ഐ ആം ഡൂയിങ് മൈ ധർമ്മ, യു പ്ലീസ് ഡു യുവർ ധർമ്മ. ആ സമയത്ത് ധർമ്മരാജൻ ഓൾമോസ്റ്റ് വൈതരണി നദി എന്ന് പറഞ്ഞ സംഭവം, അത് കഴിഞ്ഞിട്ട് ഒരു ജീവന് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പം എന്നിട്ട് പോലും സാവിത്രി വാസ് സ്റ്റിൽ സ്ട്രോങ് ഇനഫ് വിത്ത് എ സ്മൈലിംഗ് ഫേസ്. ഷീ സെഡ്, എനിക്ക് പോകാൻ പറ്റും, ആ ഒരു ഇതുണ്ടായിരുന്നു. അപ്പം ഇത് കണ്ടിട്ട് ധർമ്മരാജൻ പിന്നെയും സന്തോഷിക്കും. എന്താണ് താങ്കൾക്ക് വേണ്ടത്? അടുത്ത അവതാരം പറയൂ, അടുത്ത ബൂൺ ചോദിക്കൂ, ഞാൻ തരാമെന്ന് പറയും. പക്ഷെ സാവിത്രി പറയുന്നതും ആദ്യം ഒരു ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കും. എന്താണ് ഞാൻ ചെയ്തത്? ബിക്കോസ് താങ്കൾ എന്നോട് ഹാപ്പിയാണ്, ധർമ്മരാജൻ താങ്കൾ ഹാപ്പിയാണ് എന്നോട്, ഞാൻ എന്ത് കാര്യം ചെയ്തിട്ടാണ് താങ്കൾ ഹാപ്പി, വാട്ട് എവർ ഇറ്റ് ഇസ്. അതാണ് ഫസ്റ്റ് ലക്ഷണം ഓഫ് എ സാധക. ഷീ ഷോഡ് ദ ഗ്രാറ്റിറ്റ്യൂഡ്. ആ ഗ്രാറ്റിറ്റ്യൂഡ് കാണിച്ചപ്പോഴാണ് ധർമ്മരാജന് തന്നെ മനസ്സിലായി, ദെയർ ഇസ് സംതിങ്. നമ്മളിങ്ങനെയാണ് ഒരു ടീച്ചർ സ്റ്റുഡൻറ്റിനെ ഇവാലുവേറ്റ് ചെയ്യുന്നത്, അതേപോലെ ഇവാലുവേഷൻ നടക്കുമായിരുന്നു. അപ്പോൾ ധർമ്മരാജൻ ചിരിച്ചിട്ട് പറഞ്ഞു, നീ ആരാണെന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് നീ എന്നെ കാണാൻ പറ്റിയത്. പിന്നെ
ഞാൻ കാലനാണെങ്കിൽ നീ എന്നെ മുകളിലിരിക്കുന്ന ആളിനെ ഓൾറെഡി പിടിച്ചിട്ടുണ്ടായിരുന്നു. സോ ഷീറ്റ് ജഗന്മാതാ വ്രതം നീ എടുത്തിട്ടുണ്ടായിരുന്നു 4 ദിവസം അല്ലേ. ഐ ആം കാല, ദെൻ യു ഹാവ് വർഷിപ്ഡ്, യു ഹാവ് ടേക്കൻ എ വോ ടു ദ സുപ്പീരിയർ, മൈ ബോസ് മഹാകാലി. സോ യു ഹാവ് വർഷിപ്ഡ് ഹർ. സോ ഹൗ ക്യാൻ യു വിൽ നോട്ട് ഗെറ്റ് ദ ഗ്രാറ്റിറ്റ്യൂഡ്? ആ ദേവിയെ നിങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പം അതിൻ്റെ ബ്ലെസ്സിങ് കിട്ടുമ്പോൾ നിനക്ക് കാലനെ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറയും. സാവിത്രി ഒന്നും വേണ്ടത്തില്ല. അപ്പം പറയും, സാവിത്രി ഇൻഡയറക്ട്ലി പറയുന്നത് വെച്ചാൽ ഐ വാണ്ട് ടു ബിയർ 1,000 children with my husband. തഥാസ്തു. ബിക്കോസ് പുള്ളി കൊടുത്തേ പറ്റുള്ളൂ. ആ ലെവലിലായിരുന്നു ആ ധർമ്മപാലനം സാവിത്രി ചെയ്തിരുന്നത്. അപ്പം ഈ ക്വാളിറ്റീസ് മീരാഭായിക്കും ഉണ്ടായിരുന്നു. ഇപ്പം നമ്മൾ രാമായണം എടുത്തു കഴിഞ്ഞാൽ സുന്ദരകാണ്ഡത്തിൽ നമുക്കറിയാം ഹനുമാൻ സ്വാമിയുടെ വാല് കത്തിക്കാൻ പോകുമായിരുന്നു. അപ്പം അവിടെ ഒരു രാക്ഷസി പോയിട്ട് സീത എടുത്ത് പറയും അശോക വാട്ടികയിൽ, ഏത് വാനരനാണ് നിന്നെ കാണാൻ വന്നത്? അവിടുത്തെ നമ്മുടെ രാജാവ് അതിൻ്റെ വാല് കത്തിക്കാൻ പോവാണ്. സീത വിഷമത്തോടെ അയ്യോ എൻ്റെ രാമൻ്റെ ദൂതനെ രക്ഷിക്കണേ എന്നല്ല പറഞ്ഞത്. ഷീ സെയ്ഡ്, സംസ്കൃത ശ്ലോകമാണ്, ഷീ സെയ്ഡ് എ ഫ്യൂ വേർഡ്സ്. ഇഫ് ഐ ഹാവ് ഡൺ മൈ പാതിവ്രത വ്രതം പെർഫെക്റ്റ്ലി, if I have followed my dharma perfectly, if all the sadhana that I have done till now, ഏതൊക്കെ സാധനയാണ് ഞാൻ ഇതുവരെ ചെയ്തിരുന്നത് പെർഫെക്റ്റ് ആയിട്ടാണോ നടന്നത്, ഹേ ധർമ്മരാജ പ്ലീസ് കൂൾ ദ ടെയിൽ ഓഫ് ഹനുമാൻ. ഇപ്പം ഞാൻ ചെയ്ത ഓരോ കർമ്മങ്ങളും പെർഫെക്റ്റ് ആണെങ്കിൽ ആ സമയം അങ്ങനെ കറക്റ്റ് താങ്കൾക്ക് തോന്നുവാണെങ്കിൽ ആ ഹനുമാൻ്റെ വാല് കൂൾ ചെയ്യാൻ ഞാൻ പറയുന്നു, പ്രാർത്ഥിക്കുന്നു. അല്ലാതെ നേരിട്ട് പോയിട്ട് ശരിയാക്കി തരണേ എന്നല്ല സീതാദേവി പറഞ്ഞു. ഒരിക്കലും സീതാദേവി അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. അപ്പോൾ ഇത് നമ്മൾ ചില ടെക്സ്റ്റുകളിൽ ഡീറ്റെയിൽ ആയിട്ട് പോകുമ്പോൾ എനിക്ക് അതിൻ്റെ നമുക്ക് ഉത്തരം കിട്ടുന്നത്. നമ്മളെല്ലാവരും ഇപ്പോൾ രാമായണം വായിക്കുകയാണല്ലേ. ഇപ്പം മാസം കഴിഞ്ഞതേ ഉള്ളൂ. ഞാൻ എൻ്റെ അമ്മയടുത്ത് ഇടയ്ക്ക് ചോദിച്ചതേ ഉള്ളൂ, അമ്മ എന്താ ലാസ്റ്റ് ചാപ്റ്റർ വായിക്കാത്ത? ഉത്തര രാമായണമാണ്. അപ്പോൾ അത് വായിക്കാൻ പാടില്ല, ഓൺലി പട്ടാഭിഷേകം വരെ വായിക്കാവുള്ളൂ, ബാക്കി വായിച്ചോളാം. അപ്പോൾ ചില സന്ദർഭങ്ങൾ ഞാൻ ചോദിക്കുമ്പോൾ വായിച്ചു പോവാണ്, അതിന് മീനിങ് മനസ്സിലാവുന്നില്ല. നേരത്തെ ഞാൻ കുഞ്ഞിലേ കേട്ടിട്ടുണ്ട് അഹല്യ ചതിക്കപ്പെട്ടവളാണ്, അഹല്യ വാസ് ഇന്നസെൻറ്റ്, അഹല്യ ഹാസ് നോട്ട് ഡൺ എനി മിസ്റ്റേക്ക്. പക്ഷേ വാൽമീകി രാമായണത്തെ മൂല രാമായണത്തിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോയി കഴിഞ്ഞാൽ അഹല്യ ഹാസ് ഡൺ ആൻ അഡൾട്ടറി. പുള്ളിക്കാരി ഒരു തെറ്റ് ചെയ്തിട്ടിരുന്നായിരുന്നു. അഹല്യ സന്ധ്യാവന്ദന സമയത്ത് ഗൗതമ ഋഷി സന്ധ്യാവന്ദനം ചെയ്യാൻ പോകുന്ന സമയത്ത് അഹല്യയെ കാണാൻ നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ ദേവരാജ ഇന്ദ്രൻ വരും. ഇന്ദ്രൻ വന്നിട്ട് ഗൗതമ ഋഷിയുടെ വേഷം ആണ് എടുത്തിട്ടാണ് വരുന്നത്. അഹല്യ വാസ് ഓൾസോ എ സാധക, ഒരു ഋഷിപുത്രിയുടെ അണ്ടറിലാണ്, ഋഷിയുടെ വൈഫാണ്. എന്തായാലും ആ ക്വാളിറ്റി ഇല്ലാതിരിക്കത്തില്ല. ആ ഒരു ആശ്രമത്തിൻ്റെ അറ്റ്മോസ്ഫിയറിലാണ് അഹല്യ ഇരിക്കുന്നത്. അഹല്യയുടെ അണ്ടറിലും കുറേ ഡിസയേഴ്സ് ഉണ്ടായിരുന്നു. അഹല്യയ്ക്ക് അറിയാമായിരുന്നു വന്ന ആൾ ഇന്ദ്രനാണ്. പിന്നെ ചാഞ്ചലം വന്നു, ഇന്ദ്രനാണ് വന്നത്. ഹൗ ക്യാൻ ഷീ സേ നോ, ദ മോസ്റ്റ് ഹാൻസം പേഴ്സൺ ഇൻ ഹെവൻ. പിന്നെ ഇന്ദ്രന് ആലോചിച്ച് നോക്കുക, നമ്മൾ അവിടെയും കൂടെ നോക്കണം. അപ്സരസുകളുടെ വല്ല കുറവുണ്ടായിരുന്നു? ഇന്ദ്രൻ താഴെ വന്ന് അഹല്യയും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. എത്ര പോയാലും ഏത് അവിയൽ കൂട്ടിയാലും സാമ്പാർ വേണം, സാമ്പാർ കൂട്ടിയാലും പാലക് പനീർ വേണം, അത് കൂട്ടിയാൽ നമ്മൾ വേറെ പുറകിൽ പോകുന്ന പോലെയാണ് ഇന്ദ്രൻ്റെ സ്വഭാവം. അപ്പം ഇന്ദ്രൻ അങ്ങോട്ടാണ് അപ്രോച്ച് ചെയ്തത് ഇൻ ദ ഫോം ഓഫ് ഗൗതമ ഋഷിയുടെ ഇതിൽ. ആൻഡ് അഹല്യ നെവർ സെയ്ഡ് നോ, ഷീ അക്സെപ്റ്റഡ് ദ ഓഫർ ആൻഡ് ദേ ഹാഡ് എ one night stand. They had a one night stand with the consent of അഹല്യ. ഒരിക്കലും അഹല്യയെ ചതിക്കുകയല്ലായിരുന്നു ചെയ്തത്. വാൽമീകി രാമായണം ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, ഒരിക്കലും ചതിച്ചിട്ടില്ല. അഹല്യയുടെ കൺസെൻറ്റോടെയാണ് പോയത്. അത് കഴിയുമ്പം ആ നിമിഷം കഴിയുമ്പോഴാണ്, വെളിയിൽ വരുമ്പോഴാണ് ഗൗതമ ഋഷി കാണുന്നത്. പിന്നെ നമ്മളെല്ലാവരും കേട്ടുള്ള കാര്യമാണ് ഗൗതമ ഋഷി പറയുന്നത് അഹല്യയെ കല്ലാക്കി തരിക. കല്ലാവുന്ന ഒരു സന്ദർഭവും വാൽമീകി രാമായണത്തിൽ പറയുന്നില്ല. അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല. അഹല്യയും ഇന്ദ്രനും അവരുടെ കുടീരത്തിൽ നിന്ന് ഹട്ടിൽ നിന്ന് വെളിയിൽ വരുമ്പോൾ ഗൗതമ ഋഷി കാണുമ്പം ദേഷ്യപ്പെട്ട് ശപിക്കുന്നത് ഇന്ദ്രനോടെയാണ്. അതായത് നീ നിന്റെ പദവി മറന്നുപോയിട്ടാണ്
ഇങ്ങനെ ചെയ്തത്. അപ്പോൾ നമ്മളറിയാം ഇന്ദ്രൻ ഒരു പദവിയാണ്. ആ സമയത്തുണ്ടായിരുന്ന ഇന്ദ്രൻ്റെ ഉണ്ടായിരുന്ന ആ പദവിയിലുണ്ടായിരുന്ന ആളിനാണ് നപുംസകമായിട്ട് നീ പോവട്ടെ എന്ന് ഗൗതമ ഋഷി പറയും. എന്നിട്ട് അഹല്യയുടെ അടുത്ത് പറയും, നീ നിന്റെ സാധന സ്ട്രോങ് ആയിട്ട് തുടരണം ഇൻ സോളിറ്റ്യൂഡ്, ഇൻ ലോൺലിനെസ്. അതായത് നീ ഒറ്റയ്ക്കിരുന്ന് നീ സാധന ചെയ്യണം. നീ ഒറ്റയ്ക്കിരുന്ന് നീ നിന്നെ നിരീക്ഷിക്കുമ്പോൾ ചുരുങ്ങിപ്പോവും അല്ലേ? ചുരുങ്ങിപ്പോകുമ്പോൾ ഷീ ഹാഡ് ടു ലിവ് ദെയർ അലോൺ ഇൻ സോളിറ്റ്യൂഡ്. അതിനെയാണ് നമ്മൾ പിന്നെ കമ്പരാമായണത്തിൽ എനിക്ക് തോന്നുന്നു തുളസി രാമായണം കല്ലായി സിംബോളിക്കലി പറഞ്ഞത്. അല്ലാതെ അഹല്യ ഒരിക്കലും കല്ലായിട്ടില്ല. എന്നിട്ട് പറഞ്ഞു, നീ നിന്റെ സാധന കറക്റ്റായിട്ട് ചെയ്യുമ്പോൾ ദശരഥപുത്രൻ വരും ഒരു സമയമാവുമ്പോൾ, വെൻ ഇറ്റ് ഇസ് കറക്റ്റ് ടൈം ആൻഡ് ഹീ വിൽ ഗിവ് യു ദ ബ്ലെസ്സിങ്. അതായത് കറക്റ്റായിട്ട് അഹല്യ നീ നിന്നെ തന്നെ നിരീക്ഷിച്ചാൽ നിരീക്ഷകൻ ഇങ്ങോട്ടാണ് കാണിക്കുന്നത്, ആ സത്തയിലോട്ട് നിന്നെ കാണിച്ചു തരും. ബിക്കോസ് അവിടെ ഒറ്റ കാര്യമേ പറയുന്നുള്ളൂ അഹല്യയുടെ അടുത്ത്, അഹല്യ നീ നിന്റെ സാധന ഉള്ളിലോട്ട് സോളിറ്റ്യൂഡിൽ ചെയ്യുമ്പം ദശരഥപുത്രൻ വരും. പക്ഷെ ആരാണ് ഇങ്ങനെ ഇരിക്കുന്നതെന്ന് അറിയത്തില്ല. ആ സമയത്താണ് വിശ്വാമിത്രനും അവിടുത്തെ ഉണ്ടായിരുന്ന അന്തേവാസികളും രാമനും ലക്ഷ്മണനായിട്ട് വരുന്നത്. അപ്പോൾ അവരവിടെ കാണുന്ന തപസ്വിനിയായിട്ടുള്ള ഒരു ഗ്ലോയിങ് ലേഡിയാണ് കാണുന്നത് അഹല്യനെ. ആ അഹല്യയെ കാല് തൊട്ട് വന്ദിക്കുകയാണ് ശ്രീരാമൻ ചെയ്തത്. ആലോചിച്ച് നോക്കുക, ശ്രീരാമൻ അഹല്യയെ വന്ദിക്കുകയാണ് ചെയ്തത്. അങ്ങനെ അപ്പം അത് കാണുമ്പോഴാണ് അഹല്യയ്ക്ക് എന്താ പറയുക, അടുത്ത ഒരു മോക്ഷം പോലെ കിട്ടുന്നത്. ബിക്കോസ് അഹല്യയുടെ അടുത്ത് രാമൻ ആരാണെന്ന് പറഞ്ഞു കൊടുത്തില്ല. അതൊരു സ്വാഭാവികതയിൽ മനസ്സിലായി. കറക്റ്റായിട്ട് സാധന ചെയ്തതുകൊണ്ട് അഹല്യയ്ക്ക് മനസ്സിലായി ഭഗവാൻ ശ്രീരാമൻ ആരായിരുന്നു. ആക്ച്വലി ഇതായിരുന്നു വാൽമീകി രാമായണത്തിൽ എഴുതിയത്. ഒരു സയൻറ്റിഫിക്കലി വേയിലാണ് അത് എഴുതിയിരുന്നത്. അതേപോലെ ഇപ്പം നമ്മൾ എന്താ പറയുക, ഇപ്പം വേണമെങ്കിൽ പല കാര്യങ്ങളും പറയാം. പക്ഷെ ആലോചിച്ച് നോക്ക്, അത് ഒരിക്കലും ഗൗതമ ഋഷി ശപിക്കുകയല്ല ചെയ്തത്. അതെന്തൊരു വലിയ ബ്ലെസ്സിങ് ആണ്. അതായത് നീ ചെയ്ത കർമ്മങ്ങൾ തെറ്റായതുകൊണ്ട് അതിനെ മാറ്റാനൊരു മാർഗമാണ് കൊടുത്തത്. ഇപ്പം വേറെ ഏതെങ്കിലും ധർമ്മത്തിൽ നോക്കി നിങ്ങളൊരു ഇങ്ങനത്തെ ഒരു 1 night സ്റ്റാൻഡാണ് എടുത്തിരുന്നെങ്കിൽ, ഞാൻ വായിച്ചിട്ടുണ്ട് ചില ബുക്സിൽ, അവരെ കല്ലെടുത്ത് എറിഞ്ഞ് കൊല്ലുക, അല്ലെങ്കിൽ തൂക്കിക്കൊല്ലുക, അതിനെ നഗ്നമായി അടിക്കുക. ഇവിടെ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല അഹല്യയെ പ്യുവർ ആയപ്പോൾ എന്തായി, ശ്രീരാമൻ ബ്ലസ്സാ ചെയ്ത് കാല് തൊട്ട് വന്ദിക്കുകയാണ് ചെയ്തത്. അപ്പം ഇതാണ് അവർ സാധന ചെയ്തുകൊണ്ടിരുന്നപ്പം അഹല്യയ്ക്ക് കിട്ടിയ നെക്സ്റ്റ് സ്റ്റെപ്പ്. അതിനുശേഷം ഗൗതമ ഋഷി ആക്ച്വലി തിരിച്ച് അഹല്യയെ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ നമ്മൾ ഞാൻ കൊച്ചിലെ വായിച്ചിട്ടുള്ള സ്റ്റോറിയാണ്. ഇപ്പോൾ ഗംഗാനദി മുകളിൽ നിന്ന് വന്നു, ശിവൻ മേറ്റഡ് ഹെയർസിൽ ആക്ച്വലി അതുപോലും ഇല്ല. അതുപോലും അതൊരു സിംബോളിക് വേ ആണ്. അതായത് ദിലീപ്, അതായത് ഇതും രാമായണത്തിൽ പറയുന്നുണ്ട്. അതായത് തിരിച്ച് വിശ്വാമിത്രനും രാമലക്ഷ്മണനും തിരിച്ച് മിഥിലയിൽ പോയിക്കൊണ്ടിരിക്കുന്ന വഴിയിലാണ് ഈ കഥ പറഞ്ഞു കൊടുക്കുന്നത് വിശ്വാമിത്രൻ. അതായത് ദിലീപ് എന്ന് പറയുന്നത് സൂര്യവംശത്തിൽ ശ്രീരാമ ഭഗവാന്റെ എല്ലാം ആൻസസ്റ്റേഴ്സാണ്, അവരുടെ പൂർവജന്മാരാണ്. ഭഗീരഥ പ്രഹസ്യം എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. അവിടെ വളർച്ച എന്താ പറയുക, ഡ്രോട്ടായിരുന്നു, വളർച്ചയായിരുന്നു. അപ്പോൾ ഈ വളർച്ച വന്നപ്പോൾ വെള്ളമില്ലെങ്കിൽ നമുക്കറിയാമല്ലോ, കൃഷി വളർച്ചയാണ്, വെള്ളമില്ല. അപ്പം അത് വന്നു കഴിയുമ്പോൾ വെള്ളമില്ലാതാവുമ്പം ചെടികളില്ല, പ്രജകൾക്ക് ഫുഡ് കിട്ടത്തില്ല. അതായിരുന്നു ഉണ്ടാവുന്നത്. ഇപ്പം ഹരിദ്വാർ, ഉത്തരാഖണ്ഡ് ഒരു ലെവലിൽ ഇത്രയും ഫോഴ്സിൽ ഗ്ലേഷ്യേഴ്സിന് വെള്ളം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ വെള്ളത്തിൻ്റെ ഫോഴ്സ് ആക്ച്വലി നിൽക്കാൻ പറ്റത്തില്ല. അയോധ്യയിൽ കൊണ്ടുവന്നാൽ നിൽക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ദിലീപിൻ്റെ കൊച്ചുമോനാണ് ഭഗീരഥൻ, അദ്ദേഹം ചെയ്ത പരിപാടി എന്ന് പറഞ്ഞാൽ അതിനെ സ്ട്രീം ചെയ്തത്. അതായത് ഓരോരോ സ്ട്രീമായിട്ട് കൊണ്ടുവന്ന്, ആക്ച്വലി പറഞ്ഞത് സിവിൽ എഞ്ചിനീയറിംഗ് വർക്കായിരുന്നു. അതിനെ കൊണ്ടുവന്ന് കൊച്ചു കൊച്ചു ഭാഗത്തിലോട്ട് പിന്നെയാണ് ഒരു സ്ഥലത്ത് കൊണ്ടുപോകും. അപ്പം പറയപ്പെടുന്ന വെച്ചാൽ ഒരു സ്ഥലത്ത് പോയാൽ ഗംഗാനദി അപ്രത്യക്ഷമായി എന്നാണ് പറയുന്നത്. അപ്പം ആ സമയത്ത് ജനുവു മഹർഷിയുടെ ഹെൽപ്പോടെ അതിനെ തിരിച്ച് റീറൂട്ട് ചെയ്യും. ഗംഗയെ തിരിച്ച് അയോധ്യ ബാക്കി സ്ഥലത്ത് കൊണ്ടുവരും. ആ റീറൂട്ട് ചെയ്ത് വരുന്ന നമ്മൾ ഈ കഥകളിൽ കേൾക്കുന്ന ജനുവു ഋഷിയുടെ ചെവി കൂടെയാണ് ഗംഗ തിരിച്ചു വന്ന് അതിനെ ജാൻവി എന്ന് പേരിട്ടു. സിംബോളിക്കായിട്ട് പറയുന്നതാണ്, പക്ഷെ ആക്ച്വലി ഉദ്ദേശിച്ച ഇതാണ്. റീറൂട്ട് ചെയ്ത് അങ്ങനെ അതിനകത്ത് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്.
ഇപ്പോഴും ഗംഗയിൽ കാണുന്ന വാട്ടർ ബോഡീസായ ആ ഡോൾഫിൻസ് ഉണ്ട്, സ്പെഷ്യൽ ഡോൾഫിൻസ്, അവിടെ മാത്രമേ കിട്ടുന്നത്. അത് അന്ന് എഴുതി വെച്ചതാണ്. അതേപോലെ ചില മൃഗങ്ങൾ, അവിടെ ചില ക്രോക്കഡൈൽസ് അവിടെ മാത്രമേ കിട്ടത്തുള്ളൂ, സ്പെസിഫിക് വെറൈറ്റി, എനിക്ക് പേര് ഓർമ്മ വരുന്നില്ല. അതൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഈ ടെക്സ്റ്റൊക്കെ എഴുതി വെച്ചേക്കുന്നത്. അപ്പോൾ നമ്മുടെ പിള്ളേർക്ക് ഇത് ആക്ച്വലി പറഞ്ഞു കൊടുക്കാറില്ല, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്താ അതിൻ്റെ മീനിങ്. അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറയും, ഇപ്പോഴും എൻ്റെ അടുത്ത് ചിലർ ചോദിക്കാറ്, എന്തുവാ നിങ്ങൾ സീതയെ പിടിച്ച് ഇങ്ങനെ ചെയ്തു, ഇപ്പം അഹല്യയുടെ കാര്യം കണ്ട് അത് അവരെന്ത് തെറ്റ് ചെയ്തു. ആക്ച്വലി അഹല്യ തെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇറ്റ് ഇസ് എ ഫാക്ട്. അല്ലാതെ ക്ലിയർ ആയിട്ട് വാൽമീകി എഴുതി വെച്ചിട്ടുണ്ട്. അത് തെറ്റല്ല, ആ സമയത്ത് മനസ്സിലുണ്ടായ ഒരു ചാഞ്ചല. ഇത് ആലോചിച്ച് നോക്കി, ഭഗവാൻ ശ്രീരാമൻ എന്തുകൊണ്ട് അഹല്യയുടെ കാല് തൊട്ടേന്ന് വെച്ചാൽ ഇന്ദ്രന് പോലും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത സെൻസസിനെ അഹല്യ ചെയ്ത് കാണിച്ചു. അപ്പോൾ അവരുടെ കാല് എന്തുകൊണ്ട് ഭഗവാൻ തൊടത്തില്ല? തീർച്ചയായിട്ടും തൊടും. അതുകൊണ്ടാണല്ലോ നമ്മളിപ്പം പറയുന്നത്, വിറ്റ്നസിങ് ചെയ്ത് കഴിയുമ്പോൾ അവർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഭഗവാൻ ഓട്ടോമാറ്റിക്കലി ഫ്രണ്ടിൽ വരും. ആ ഒരു പവർ അവലുണ്ടായിരുന്നു. അതായിരുന്നു അതിന് മീനിങ്. ഇത് തന്നെയാണ് മീരാബായിക്ക് ഉണ്ടായിരുന്നത്. ആലോചിച്ച് നോക്കും, നമ്മൾ രാമായണത്തിൽ പറയുന്ന അടുത്തൊരു സന്ദർഭമാണ് പ്യൂരിറ്റി ഓഫ് ഫയർ. മറ്റേ തിരിച്ച് പുഷ്പവിമാനത്തിന് തിരിച്ച് കൊണ്ടുവരുന്ന സമയത്ത് അഗ്നിപരീക്ഷ നടക്കുന്നുണ്ടായിരുന്നു. അവിടെ സമുദ്രം കടക്കുമായിരുന്നു, ജലപരീക്ഷ നടത്തായിരുന്നല്ലോ. എന്തുകൊണ്ട് അഗ്നിപരീക്ഷ നടത്തിയത്? സമുദ്രമായിരുന്നല്ലോ കടന്ന്, ജലസമാധി വേണമെങ്കിലും എടുക്കാമായിരുന്നല്ലോ, അവിടുന്ന് പ്യൂരിറ്റി ചെയ്യാമായിരുന്നു. എന്തുകൊണ്ട് അഗ്നി പറയുന്നത്? അതാരും ചോദിച്ചിട്ടില്ല. പക്ഷേ അവിടെ ശ്രീരാമനും സീതയുടെയും തമ്മിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ കോൺവെർസേഷൻ വാൽമീകി രാമായണത്തിൽ പറയുന്നത് വെച്ചാൽ അവർ കണ്ണുകൊണ്ട് സംസാരിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ ശ്രീരാമൻ കണ്ണുകൊണ്ട് പറയുമായിരുന്നു, അതായത് യു ആർ ലൈക്ക് എ ലാമ്പ്, യു ആർ ലൈക്ക് എ ലാമ്പ്. ഇപ്പം സീത എപ്പോഴും നമ്മൾ മഹാലക്ഷ്മിയായിട്ടാണ് പറയുന്നത്. ഹിരണ്യവർണാം ഹരണീം സുവർണാം രസചാം ചന്ദ്രാം ഹിരണമയി ലക്ഷ്മി ജാതവേദോമ ആവഹ. അതായത് ഷീ ഈസ് ഇമോക്കിങ് ദ ഫയറായിട്ടാണ് കാണിക്കുന്നത്. ദേവി മഹാത്മ്യത്തിനും ദേവിയെ ഫയറായിട്ടാണ് കാണിക്കുന്നത്. എപ്പോഴും തീയിൻ്റെ ബിംബം കൂടെ കാണും. അപ്പം ആ പ്യൂരിറ്റിയിലായിരുന്നു വന്നത്. ഇതിൻ്റെ ബാലകാണ്ഡത്തിൽ വേദവതിയായിട്ടായിരുന്നു സീത വന്നത്. ബിക്കോസ് ആ സമയത്ത് വേദവതിയെ തൊട്ട് നശിപ്പിക്കാൻ ശ്രമിച്ചതായിരുന്നു രാവണൻ. അപ്പം ആ രാവണനെ തിരിച്ചു കൊണ്ടുവരാൻ വേദവതി ഹാസ് ടു ഗോ ഇൻസൈഡ് ദ ഫയർ. തിരിച്ചു വരാൻ അതേ വേദവതി തിരിച്ച് അതേ ഫയറിൽ പോയി. അതിൽ ശ്രീരാമൻ പറയുന്നുണ്ട്, കാണുന്ന ആളുടെ കണ്ണിന് കൊങ്ങണ്ണാണെങ്കിൽ വിളക്ക് കാണാൻ പറ്റത്തില്ല, അത് വിളക്കിൻ്റെ കുറ്റമല്ല, അത് ശരിയാക്കാനായിരുന്നു സീത ചെയ്തത്. അല്ലാതെ സീതയുടെ പ്യൂരിറ്റിക്ക് ഒരു സംശയം രാമനില്ലായിരുന്നു. ബിക്കോസ് അവരുടെ പ്രേമം തന്നെ ഇത്രയും പ്യൂരിറ്റിയുള്ള പ്രേമം വേറെ എങ്ങും ഇല്ല, അത്രയും പ്യൂർ പ്രേമം. പക്ഷെ നമ്മളെല്ലാം അതിനെ സൊസൈറ്റി ആയിട്ട് കാണുന്നത് ബാക്കി ആൾക്കാർ കാണുന്ന പോലെയാണ്. ഇപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ഇവിടെ നോർത്തിൽ ഇത്ര പേര് അത് കാണുന്നതെന്ന് അറിയത്തില്ല. വൃന്ദാവനത്തിൽ ഏറ്റവും ഫേമസ് ആയിട്ട് ഒരു സെയിൻ്റ് ഉണ്ട്, ഇപ്പോൾ കുറേ ആൾക്കാർ ഇൻഫ്ലുവൻസ് ആയിട്ടുണ്ട്, പ്രേമാനന്ദ്ജി മഹാരാജ് എന്ന് പറയും. ഇത്ര പേരുണ്ടെന്ന് അറിയത്തില്ല. അദ്ദേഹം പിന്നെ ഒരു അനിരുദ്ധാചാര്യൻ. അപ്പം 2-3 ആഴ്ച ഒരു 4 ആഴ്ച മുമ്പ് അദ്ദേഹം ഇതൊരു സത്സംഗത്തിൽ പറഞ്ഞ കമൻറ്റാണ്, അതായത് ലിവിങ് ഇൻ റിലേഷൻഷിപ്പ് ഈസ് ഈക്വൽ ടു പ്രോസ്റ്റിറ്റ്യൂഷൻ. അതിന് കുറേ ഫെമിനിസ്റ്റ് അതിനെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞു. അപ്പോൾ ആലോചിച്ച് നോക്കുക, അദ്ദേഹം പറഞ്ഞതാണ്, പണ്ട് ഒരു തുണി ഊരിയപ്പം മഹാഭാരത യുദ്ധമായി. ഇപ്പം അതിനെ തുണി ഇടാൻ പറയുമ്പോൾ മഹാഭാരത യുദ്ധം വന്ന അവസ്ഥയാണ്. ഇപ്പോഴത്തെ നമ്മുടെ സൊസൈറ്റിയിൽ നോക്കിയപ്പോൾ അദ്ദേഹം പറഞ്ഞതിൽ എന്താണ് തെറ്റ്? അദ്ദേഹം പറഞ്ഞത് വളരെ കറക്റ്റ് അല്ല. ഇപ്പം തന്നെ നമ്മളിപ്പോഴും ഈ സീതയുടെയും സാവിത്രിയുടെയും കഥകൾ കേൾക്കുമ്പോൾ അവരുടെ പ്യൂരിറ്റി, അതായത് ആലോചിച്ചൊക്കെ നമ്മുടെ ശ്രീരാമൻ ഭഗവാൻ അഹല്യയ്ക്ക് മോക്ഷം കൊടുത്തു. അഹല്യ ഓൾറെഡി ബിക്കം പ്യൂർ. ഗൗതമ ഋഷി അദ്ദേഹത്തിന് സ്വന്തം ഭാര്യ ഇതുപോലെ ചെയ്തിട്ട് പോലും എന്താ പറഞ്ഞത്? യു ആർ പ്യൂർ. ഷി ഗേവ് എ ചാൻസ് ടു ഡു സാധന. അവരെ കൊല്ലുകയല്ല ചെയ്തത്. പക്ഷെ ഇവിടെ അത് തുറന്നു വിട്ടപ്പം ഋഷിമാരെയും മുനിമാർ ആര് സൊസൈറ്റിയെ നല്ല വാക്ക് പറയുന്നു അവരെ കുറ്റപ്പെടുത്തുകയാണ് ചെയ്തു. ഇപ്പോഴെങ്കിലും നോക്കിയാൽ മതി. ഇത് ഇപ്പോൾ യൂട്യൂബിൽ, ഇപ്പം നമ്മുടെ കേരളത്തിലെ ആർക്കത് അറിയത്തില്ല, നോർത്തിലൊക്കെ അദ്ദേഹം കാരണം കുറേ പേര് മാറിയിട്ടുണ്ട്. അദ്ദേഹം ഈ പ്രേമാനന്ദ് എന്ന് പറഞ്ഞാൽ ഒരു രാധാ സമ്പ്രദായത്തിൽ വരുന്ന, നമ്മുടെ വൈഷ്ണവ സമ്പ്രദായത്തിൽ ഒരെണ്ണം ശ്രീ രാധാദേവിയെ കൂടുതൽ പൂജിച്ച് വരുന്ന ഒരു സെയിൻ്റാണ്. അപ്പം അദ്ദേഹത്തിനാണെങ്കിൽ 15 വർഷം മുമ്പേ ഡോക്ടർ മരിക്കുമെന്ന് പറഞ്ഞതാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ കുറേ പ്രവചനങ്ങളും ഒക്കെ ഈ 10 വർഷമായിട്ട് കുറേ ആൾക്കാർ ഇൻഫ്ലുവൻസ് ആയി. ഇത്രയോ പേര് നോൺ വെജ് വിട്ടു, അത് കഴിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ. അവിടെ എന്തോ അദ്ദേഹം ഒരിക്കലും എന്താ പറയുക, ഇത് തെറ്റ് ഇത് ശരിയെന്നൊന്നും പറയാതെ സാധന സംബന്ധം കാര്യങ്ങൾ മാത്രമേ പറഞ്ഞു. പക്ഷേ അദ്ദേഹം അറിയാതെ പറഞ്ഞ ഒരു ഡിസിപ്ലിൻ വരാൻ വേണ്ടിയിട്ട് പറഞ്ഞ വാക്കുകളിലാണ്. ഇപ്പോൾ ഗുരുക്കന്മാർ പറയുന്ന വാക്കുകളിൽ തെറ്റായി
നമ്മുടെ സൊസൈറ്റി പറയുമ്പോൾ 90% ഓഫ് സൊസൈറ്റി വിൽ അക്സെപ്റ്റ് ദാറ്റ്. പക്ഷെ അവരുടെ ഉദ്ദേശം എന്താ പറഞ്ഞതെന്ന് ആർക്കും മനസ്സിലാവില്ല. അല്ലെങ്കിൽ ഇപ്പോഴും നമ്മൾ സീത പറഞ്ഞത് തെറ്റാണ്, ശ്രീരാമൻ ചെയ്ത് തെറ്റാണ്, എന്താ പറയുക, അഹല്യ നിരപരാധിയാണെന്നേ നമ്മൾ പറയുള്ളൂ. അങ്ങനെയൊക്കെ ആണെങ്കിൽ പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും മീരാബായി എന്താ ഉദ്ദേശിക്കുന്നത് മനസ്സിലാവത്തില്ല. ബിക്കോസ് മീരാബായി നാട് വിട്ട് ഒക്കെ ആയിരുന്നു ഡാൻസും പാട്ടും കളിച്ചുകൊണ്ടിരുന്നത്. കുറ്റം പറയുമായിരുന്നു മീരാബായിയെ, കുലക്ഷണിയാണ്, നീ ഇങ്ങനെയാണ് ഡാൻസ് കളിക്കുന്നത്, നിനക്ക് നിന്റെ സാരി നേരെ ഉടുക്കാൻ അറിയത്തില്ല എന്ന് പറയുമായിരുന്നു. പക്ഷെ ഇങ്ങനെ സാരി ഉടുക്കാൻ അവർക്കും അവരുടെ ശരീരബോധം പോലും മീരാബായിക്കില്ലായിരുന്നു. മീരാബായിക്ക് ബോധമില്ല. അപ്പോൾ മീരാബായിയുടെ കുറ്റമാണോ? അത് നമ്മുടെ കുറ്റമാണോ? അതാണ് ശ്രീരാമൻ പറഞ്ഞ, നീ ഒരു വിളക്കാണ് സീതേ. കണ്ണിന് കാഴ്ചയില്ലാത്തത് കൊണ്ട് മിക്കവാറും ആൾക്കാരും ആ വിളക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പം അവർക്ക് ശരിയാക്കി തരാൻ ആ വിളക്കിനെ ഇങ്ങോട്ട് വെക്കാമെന്നാണ് ശ്രീരാമൻ പറഞ്ഞത്. ബിക്കോസ് കാണുന്ന ആൾക്കാരുടെ കണ്ണ് അവർ ശരിയാക്കാൻ ശ്രമിക്കുന്നില്ല. അങ്ങനെയെങ്കിലും വെച്ചു കൊടുത്താൽ അവർ അങ്ങനെയെങ്കിലും കാണട്ടെ, അതായിരുന്നു ഉദ്ദേശിച്ചത്. ശരി, ഇപ്പം ഈ മീരാബായിയുടെ ആ സ്റ്റോറിയിലോട്ട്, ആ പറഞ്ഞ ആ എസൻസിലോട്ട് നമുക്ക് പോവാം. ഇപ്പം ഇതിനകത്ത് മീരാബായിയുടെ കവിതകളിൽ ഈ പ്രാവശ്യത്തെ കവിതയുടെ ഒരു ഞാൻ വായിച്ചിട്ട് അതിൻ്റെ മീനിങ് പോവാം. മീരാബായിയുടെ കവിതയിൽ മീരാബായി പറയണം, എനിക്ക് രാമനാമത്തിൻ്റെ ഐ ഗോട്ട് ഇൻടോക്സിക്കേഷൻ. അതിൻ്റെ എന്താ പറയുക, ആ ഇൻടോക്സിക്കേഷനായി. അതായത് മദ്യം കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വല്ലാതൊരു അനുഭവം ഉണ്ടാകത്തില്ല. ആ അനുഭവത്തിലാണ് പറയുന്നത്, രാമനാമത്തിൽ എനിക്ക് ആ ഇൻടോക്സിക്കേഷനായി. ലഗി മോഹി राम कुमारी हो, रिमझिम बरसे मेहड़ा, बीजे तन सारी हो, चहु दिस दमके दामिनी, गरजे गन भारी हो, सतगुरु भेद पताया, घोरी भरम किवारी हो, सब खट दीसे आत्मा सब ही सु न्यारी हो, दीपक जहु ज्ञान का चढ़ु अगम अटारी हो, मीरा दासी राम की इमरत बलिहारी हो. ഇവിടെ മീരാബായിസ പറയാണ്, എനിക്ക് രാമനാമത്തിൻ്റെ ഇൻടോക്സിക്കേഷനായി, ഞാൻ മറന്നുപോയി, എനിക്ക് വേറൊന്നും വേണ്ട, ആ ഒരു രാമനാമത്തിൽ ഞാൻ മുഴുകിയിരിക്കുകയാണ്. ഇപ്പം ചില സെയിൻസ് കേട്ടിട്ടുണ്ട്. ഇപ്പം ശ്രീരാമകൃഷ്ണ പരമഹംസനായാലും രമണ മഹർഷിയെ പറയുമ്പോൾ അവരുടെ ഒരു പർട്ടിക്കുലർ ടൈമിൽ ചിലപ്പം എക്സ്റ്റേണൽ ഏതെങ്കിലും ഒരു മഴ വരുന്നു. ഇപ്പോൾ രമണ മഹർഷിയുടെ ബുക്സിൽ വായിച്ചു കഴിഞ്ഞാൽ ഏതോ സമയം അദ്ദേഹത്തിന് ഔട്ട് ഓഫ് ബോഡി എക്സ്പീരിയൻസ് വന്നത് ഇത് വയലിൽ കൂടെ നടന്നപ്പോഴാണ്. എനിക്ക് ഓർമ്മ വരുന്നത് ശ്രീരാമകൃഷ്ണനാണോ രമണ മഹർഷിയാണോ ഒരു സെയിൻറ്റിനുണ്ടായിട്ടുണ്ട്. അതേപോലെ ഇത് ഡയറക്റ്റ്ലി പറയുന്നില്ല, ഇത് നാരായണദാസ് വായിച്ചപ്പോൾ നാരായണദാസ് ഫീൽ ചെയ്ത. ബിക്കോസ് ഇതിനകത്ത് വേറൊരു ഒറ്റ പോയിൻ്റാണ് ഇതിനകത്ത് പറയുന്നത്. മീരാബായി ചിലപ്പോൾ മഴ പെയ്യുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ഇടിമിന്നലുമാണ്, ഭയങ്കരമായിട്ട് ശബ്ദം കേൾക്കുവാണ്. അപ്പം മീരാബായി പറയുക, ആ സാരിയെല്ലാം എൻ്റെ നനഞ്ഞു. അപ്പം ആ സമയത്ത് മീരാബായിക്ക് ആ രാമനാമത്തിൻ്റെ ഇൻടോക്സിക്കേഷനായി. വേറെ കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ രാമനാമം ഇസ് നോട്ട് ശ്രീരാം, ലോർഡ് രാമ ഓഫ് ദശരഥ. ഇറ്റ്സ് ദ സെയിം റാം ദാറ്റ് കബീർ ഇസ് ഓൾസോ വർഷിപ്പിംഗ്, അതായത് ദ ബ്രഹ്മൻ ഓർ ട്രൂത്ത് ഓർ സത്ത. ഇവിടെ ഇങ്ങനും രാമൻ എന്ന് പറയുന്നത് നമുക്ക് മിക്കവാറും കൺഫ്യൂഷൻ. രാമൻ എന്ന് പറയുന്നത് എല്ലാത്തിലും ഗ്രഹിച്ചിരിക്കുന്ന രാമൻ, എല്ലാത്തിലും ഉള്ള രസവും വൈശ്യ ബ്രഹ്മസൂത്രത്തിലൊക്കെ പറയുന്ന പോലെ ആ രസം ആണ് ഇവിടെ രാമൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇപ്പം മീരാബായി പറയാണ്, ആ രാമനാമത്തിൻ്റെ ഇൻടോക്സിക്കേഷനായി എനിക്ക്. ആ സമയത്ത് എന്ത് പറ്റി? എൻ്റെ ഗുരു, ആ ഗുരു പറയുന്നില്ല ആരാണ്, ആ ഗുരുവിൻ്റെ ബ്ലെസ്സിങ് കാരണം എനിക്ക് ഒരു ഡോർ ഓപ്പൺ ആയി വന്നു. അപ്പോൾ എന്ത് പറ്റി? ഐ വാസ് ഏബിൾ ടു സീ ഓൺലി ആത്മാ ഇൻ ഈച്ച് ആൻഡ് എവറി സോൾ. അതായത് എനിക്ക് സത്യമല്ലാതെ ആ ബ്രഹ്മമല്ലാതെ വേറൊന്നും കാണാൻ പറ്റുന്നില്ല. അപ്പോൾ വേറൊന്നും കാണുന്നില്ലല്ലോ. അപ്പോൾ ആ ബ്രഹ്മം മാത്രം കാണുമ്പോൾ അവിടെ ഇങ്ങനെയാണ് കൃഷ്ണൻ എന്ന് പേരിടുന്നത്. സത്യം പറഞ്ഞാൽ രാമൻ എന്ന് പോലും പറയാൻ പറ്റത്തില്ല മീരാബായിക്ക്. പക്ഷെ പറയാൻ വേണ്ടി കൃഷ്ണനാമം പറഞ്ഞുകൊണ്ടിരുന്നത് രാമൻ എന്ന് എത്തുന്നേ ഉള്ളൂ. ദാറ്റ് റാം ഇസ് നോട്ട് ദശരഥ രാമൻ. ഇപ്പം ഇതുപോലത്തെ ഒരു നല്ലൊരു കവിത ഉണ്ട്, ഇപ്പോഴെങ്കിലും നിങ്ങൾ കേട്ടു നോക്കണം. ലതാ മങ്കേഷ്കറിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ ഭജനുണ്ട്. ആരാ എഴുതിയെന്ന് അറിഞ്ഞൂടാ, രാമ ഭജൻ കർലേ മൻ എന്ന് പറഞ്ഞിട്ട്. അപ്പം അതിനകത്തും ഇതേ മീനിങ് ആണ് കിടക്കുന്നത്. ആരെ എഴുതിയെന്ന് പറഞ്ഞാൽ വെരി ബ്യൂട്ടിഫുൾ ഭജനാണ്. അപ്പം ഇതിനകത്ത് മീര പറയാണ്, ആ സമയത്ത് എനിക്ക് എല്ലാ സ്ഥലത്തും ആത്മാവ് മാത്രമേ കാണുന്നുള്ളൂ. അപ്പം ആത്മാവ് മാത്രം കാണുമ്പോൾ എന്തായി? ആ മനസ്സിൻ്റെ അവസ്ഥ, ഇൻ്റലിജൻസ് ഉയർന്നപ്പം ഐ ഹാവ് കം ടു എ ഹയസ്റ്റ് ലെവൽ. ആ ലെവലിലെത്തി.
അപ്പം മീരാബായി പറയുകയാണ്, എല്ലാ പ്രാവശ്യം പറയുന്ന പോലെ എൻഡ് ചെയ്യുന്ന പോലെ ഹരിച്ചേട്ടനൊക്കെ നേരത്തെ പറഞ്ഞ കവിതകളിൽ മീരാ കെ പ്രഭു ഗിരിധർ നാഗർ എന്ന് പറഞ്ഞല്ല എൻഡ് ചെയ്തത്, മീരാ ദാസി രാം കി ഇമരത്ത് ബലിഹാരി ഹോ, അതായത് ഐ ആം ദ സെർവൻറ്റ് ഓഫ് റാം. അപ്പോൾ ആ മനസ്സിൽ എല്ലാത്തിലും രമിച്ചിരിക്കുന്ന രമത്തിൽ സമർപ്പിക്കുന്നു എന്നാണ് മീരാബായി പറയുന്നത്. ബിക്കോസ് ഈ കവിത കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതും നാരായണദാസ് പറഞ്ഞായിരുന്നു, അതിലും രാമൻ്റെ കാര്യം പറയുമ്പോൾ ആ ലെവൽ സമയത്ത് മീരാബായി എഴുതിയ കവിതയായിരുന്നു. മേ ബി സാധന ലെവൽ ഉയർന്ന സമയത്ത് ആ കൃഷ്ണനാമത്തിൻ്റെ ഹയർ സ്റ്റേറ്റിൽ വന്നായിരിക്കാം മീരാബായി എഴുതിയത്. പായോജി മേനി രാം രഥൻ ധൻ പായോ, അവിടെയും രാമനാമം പറയുന്നുണ്ട്. പക്ഷെ ഇതിൻ്റെ ഒരു വേറെ ലെവലിലായിരുന്നു മീരാബായി ഇവിടെ ഈ കവിത എഴുതിയത്. ഇതിൽ മാത്രം വേറെ ഒന്നുമില്ല. ഹരി ഓം. സർവം കൃഷ്ണാർപ്പണം.